അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഉപഹാരമായി നൽകുന്ന ഓണവില്ല് അല്പസമയത്തിനകം കൈമാറും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഓണവില്ല് ഉപഹാരമായി നൽകുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഓണവില്ല് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് കൈമാറും. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ ഓണവില്ല് ശ്രീരാമ ജന്മഭൂമിയിലേക്ക് കൈമാറാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകമാണ് ഇത് കൈമാറാനുള്ള ചടങ്ങുകൾ നടക്കുക. മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് ക്ഷേത്രത്തിലുള്ളത്? മഞ്ജുഷ, ഇതാദ്യമായാണ് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇതേപോലെ ഒരു ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആചാരമാണ് ഓണവില്ല് എന്ന് പറയുന്നത്. തിരുവോണ നാളിൽ അനന്തപത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അങ്ങനെ സമർപ്പിക്കുന്ന ആ ഓണവില്ല് ആ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലേക്ക് ആഘോഷപൂർവ്വം പൂജിച്ചു കൊണ്ടുപോകുന്ന വലിയ മഹത്തായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലാണ്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാം, നൂറുകണക്കിന് നിലവിളക്കും അതേപോലെ തന്നെ പുഷ്പങ്ങളും എല്ലാം അലങ്കരിച്ച് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവരുന്ന ഓണവില്ല് ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ ക്ഷേത്ര സങ്കേതത്തിൽ പൂർത്തിയായിരിക്കുന്നു. ഭക്തി നിർഭരമായ ഒരു ചടങ്ങിനാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രാങ്കണം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓണവില്ല് എന്ന് പറയുന്നത് നമ്മുടെ കേരളീയർക്ക് തിരുവോണവുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയൊരു ആചാരം തന്നെയാണ്. ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തിരുവോണ നാളിൽ ഓണവില്ല് സമർപ്പണം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അങ്ങനെ സമർപ്പിക്കുന്ന ഓണവില്ല് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അത് മഹത്തായ ഒരു ക്ഷേത്ര പൈതൃകമായി ഒക്കെ തന്നെ സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത്ര വിശിഷ്ടമായ, അത്ര മഹത്തായി കരുതുന്ന ഓണവില്ലാണ് അയോധ്യയിലേക്ക് പൂജിച്ച് വളരെ ആഘോഷപൂർവ്വം ഭക്തിപൂർവ്വം കൊണ്ടുപോകുന്നത്. അതിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിൽ പൂജിച്ച ഈ ഓണവില്ല് ഈ ക്ഷേത്രം ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ അത് ഭക്തിനിർഭരമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ നാമജപവുമായി പങ്കെടുക്കുന്ന വളരെ മഹത്തായ ഭക്തിനിർഭരമായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ഓണവില്ല് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവരുന്ന ഓണവില്ല് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അത് ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് നാമജപ ഘോഷയാത്രയാണ്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ശ്രീരാമ ഭക്തർ പങ്കെടുക്കുന്ന, ഈശ്വര വിശ്വാസികൾ പങ്കെടുക്കുന്ന, ഹൈന്ദവർ പങ്കെടുക്കുന്ന, ശ്രീരാമനാമം ഉരുവിട്ടുകൊണ്ട് അവർ അണിചേരുന്ന വലിയ ഒരു നാമജപ ഘോഷയാത്രയ്ക്കാണ് പത്മനാഭന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി ഇതിനെ കാണാം. നമുക്കറിയാം, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പ്രാമുഖ്യവും ഒക്കെ തന്നെ നമ്മുടെ ജനതയ്ക്ക് കൈമാറിയ ഒരു സന്ദർഭം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഓണവില്ല് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ താമസിയാതെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച ഓണവില്ല് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് അല്പസമയത്തിനകം ഈ ഓണവില്ല് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് നാമജപ ഘോഷയാത്രയാണ്. അതിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്ര സങ്കേതത്തിൽ പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മഞ്ജുഷ. വിനോദ്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒട്ടനവധി ഭക്തരാണ് പത്മനാഭന്റെ ക്ഷേത്ര പരിസരത്ത് തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നാമജപ ഘോഷയാത്ര ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ് നാമജപ ഘോഷയാത്ര നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദേശത്ത് നടത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ നാമജപ ഘോഷയാത്രയിൽ ഏതെല്ലാം പ്രമുഖരാണ് പങ്കെടുക്കുക? മായ ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ, വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വത്സൻ തില്ലങ്കേരി അടക്കമുള്ള പ്രമുഖ ഹൈന്ദവ നേതാക്കളെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ, ഇതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ പങ്കെടുക്കുന്നു. ഈ പ്രത്യേകിച്ചും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു ചടങ്ങ് കൂടിയായി ഇത് മാറുകയാണ്. ഓണവില്ല് എന്ന് പറയുന്നത്
പറയുന്നത് നമുക്കറിയാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ഈ ഓണവില്ല് ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തമാണ്. അതിനാണ് ഇപ്പോൾ ഈ ആയിരക്കണക്കിന് ഭക്തർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത് കൈമാറിക്കഴിഞ്ഞാൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ഭക്തജനങ്ങൾ ഒത്തൊരുമിച്ച് ഒന്നാകെ വലിയ ആരവത്തോടുകൂടി നാമജപത്തോടുകൂടി ഈ യാത്ര, ഈ ഓണവില്ലിനെ യാത്രയാക്കുന്ന ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പൂജിച്ച് എത്തിക്കുന്ന പവിത്രമായ ഓണവില്ലാണ് അയോധ്യയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇതേപോലെ ദിവ്യമായ ഒരു പ്രധാനപ്പെട്ട വസ്തു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉപഹാരം അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര സങ്കേതത്തിൽ, പ്രത്യേകിച്ചും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായ കിഴക്കേ നടയിൽ എല്ലാവരും സംഘടിച്ചിരിക്കുന്നു. നാമജപത്തോടുകൂടി ആയിരിക്കാം ആണ് ഈ യാത്ര പുറപ്പെടുക. അത്തരത്തിലുള്ള ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീപത്മനാഭന് മുമ്പിൽ പൂജിച്ച പവിത്രമായ ഓണവില്ലാണ് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അയോധ്യയിലേക്കുള്ള ആ ഓണവില്ല് ഏറ്റുവാങ്ങുന്നത് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുമാണ്. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്ന ഓണവില്ലുമായി ക്ഷേത്രത്തിന് പുറത്ത് അതിൻ്റെ നഗരവീഥിയിൽ, ക്ഷേത്രപാതയിൽ നാമജപ ഘോഷയാത്രയോടെയാണ് ഈ ഓണവില്ല് യാത്രയാക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓണവില്ല് പാവക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് ഈ മാസം 21-ാം തീയതി, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസത്തിന് തൊട്ട് തലേന്നാണ് ഓണവില്ല് അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ കേരളവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം അങ്ങനെ അയോധ്യ ക്ഷേത്രത്തിനും കൈവരികയാണ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര സങ്കേതത്തിലെ അല്ലെങ്കിൽ ശ്രീപത്മനാഭന് മുമ്പിൽ പൂജിച്ച ഓണവില്ല് അയോധ്യയിലും പ്രധാനപ്പെട്ട ഒരു പൂജാ വസ്തുവായി മാറുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. കേരളത്തിൽ ദൃശ്യങ്ങളിൽ ഇത്രയും പേരെ കാണുന്നുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം ലഭിക്കാനാകുമോ? അവരുടെ ഒരു ഭക്തി നിർഭരമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അവർക്കും ശ്രീരാമ ജന്മഭൂമിയിലേക്ക് ഇവിടെ നിന്ന് ഓണവില്ല് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഇത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. പക്ഷേ സംഘാടകരെല്ലാം ഇതിൻ്റെ ഒരുക്കത്തിൻ്റെ ധൃതിയിലാണ്. കാരണം ഓണവില്ല് സ്വീകരിക്കുന്ന ചടങ്ങ് അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിനു മുമ്പിൽ തിരുവാതിര അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും ഒക്കെ തന്നെ ഇവിടെ അരങ്ങേറുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവാതിര അവതരിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവരുടെ സന്തോഷം പങ്കിടുന്ന വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. പക്ഷേ ഓണവില്ല് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് തിരുവാതിരയാണ്. ഈ തിരുവാതിര എന്ന് പറയുന്നത് നമുക്കറിയാം, ഓണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിര ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ ഹൈന്ദവരെ സംബന്ധിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇനം കൂടിയാണ് തിരുവാതിര. അവരുടെ സന്തോഷം, ഭക്തജനങ്ങളുടെ സന്തോഷം ഒന്നാകെ പ്രകടിപ്പിക്കുന്ന കലാപരിപാടികളും കലാവിരുന്നുകളും ഒക്കെ തന്നെ ഇതോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഭക്തജനങ്ങളും സ്ത്രീജനങ്ങളും അമ്മമാരും സഹോദരന്മാരും രാമഭക്തരുമെല്ലാം പങ്കെടുക്കുന്ന ഭക്തി നിർഭരമായ ഒരു പക്ഷേ ചരിത്രത്തിൽ പോലും ഇടം നേടാൻ കഴിയുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിനാണ് ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട പ്രധാനപ്പെട്ട കവാടം സാക്ഷ്യം വഹിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ സന്തോഷവും അവരുടെ ആഹ്ലാദവും അവരുടെ രാമനാമങ്ങളും എല്ലാം നമുക്ക് തത്സമയം എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ താമസിയാതെ തന്നെ പോകും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പായി ഓണവില്ല് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ പൂജിച്ച ആ വിഗ്രഹത്തിന് മുമ്പിൽ പൂജിച്ച ഓണവില്ല് അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആചാരപരമായ കൈമാറ്റവും അതേ നാമജപവും ഒക്കെ തന്നെ നടക്കും. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നു വരികയാണ്. മഞ്ജുഷ. ശരി വിനോദ്, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ തിരുവാതിര നടത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നത്. കുട്ടികളടക്കം നിരവധി വനിതകളും ഈ തിരുവാതിരയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും.
വിനോദ് കേൾക്കാമെങ്കിൽ തിരുവാതിരയുടെ അതിന്റെ തയ്യാറെടുപ്പുകൾ കടക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് ലഭിക്കാൻ കഴിയുമോ? നമുക്ക് ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ഹൈന്ദവ സംഘടനകൾക്കൊക്കെ നേരത്തെ നേതൃത്വം നൽകിയിട്ടുള്ള മാതൃസമിതികൾക്കും വിശ്വഹിന്ദുപക്ഷത്തിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള പ്രൊഫസർ VT രമ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പൂജാ വസ്തുവാണ് ശ്രീരാമ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓണവില്ല് എന്ന് പറയുന്നത് നമ്മൾ ഓണവുമായി വളരെ പ്രധാനപ്പെട്ട ശ്രീപത്മനാഭനുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഈ ഒരു ചടങ്ങിനെ എങ്ങനെ കാണുന്നു? അതുല്യവും അനന്യവുമായ ഒരു ചടങ്ങിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുകയാണ്. യോഗനിദ്രയിലാണ്ട സാക്ഷാൽ ശ്രീ പത്മനാഭന്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓണവില്ല് ഇത് ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കുടുംബങ്ങൾ വരെ ഇവിടെയുണ്ട്. ആ ഒരു ഓണവില്ല് ഈ പ്രദേശത്തുള്ള ഭക്തരുടെയും അതുപോലെ തന്നെ സാക്ഷാൽ ശ്രീ പത്മനാഭന്റെയും പ്രതീകമായി പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പൂജിച്ചെടുത്ത് അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അയോധ്യയിലേക്ക് ഈ ഓണവില്ല് എത്തുമ്പോൾ അതോടൊപ്പം ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ സഹസ്രങ്ങളായിട്ടുള്ള ഭക്തജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും മനസ്സും അതോടൊപ്പം അയോധ്യയിലെത്തുകയാണ്. എത്രയോ കാലഘട്ടത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഒരു ശ്രീരാമ മന്ദിരം അയോധ്യയിൽ ഉണരുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഏതൊക്കെ തലങ്ങൾ കാണിക്കാമോ അത് മുഴുവൻ നമ്മളവിടെ കാണിക്കുകയാണ്. 14 വർഷത്തെ വനവാസം കഴിഞ്ഞെത്തിയ ശ്രീരാമന് പക്ഷേ വൈദേശിക ശക്തികൾ വിധിച്ചത് 550 വർഷത്തെ വനവാസമായിരുന്നെങ്കിൽ ആ വനവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന് പൂർവാധികം ജജ്വല്യമാനമായ ശോഭയോടെ ഈ ഉത്തരായനത്തിൽ ഒരിക്കൽ കൂടി ഭാരതം വരുന്നതിന്റെ പരമവൈഭവത്തിലേക്ക് ശ്രീരാമന്റെ അനുഗ്രഹാശിസ്സുകളോടെ കടക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭക്തജനങ്ങൾ ഒരുമിക്കുന്നു, നമ്മളുടെ മനസ്സ് സമർപ്പിക്കുന്നു, നമ്മളുടെ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു. അതെല്ലാം ശ്രീരാമന്റെ സേവയിലേക്ക്, ആ ത്രേതായുഗ മര്യാദ പുരുഷോത്തമന്റെ തൃപ്പാദങ്ങളിലേക്ക് നമ്മൾ കൊടുത്തയക്കുകയാണ്. അതിൻ്റെ ആഘോഷമാണ് ഇവിടെ കാണുന്നത്. സമർപ്പണ ചടങ്ങ് നടക്കാൻ പോകുന്നു. അതോടൊപ്പം ഇവിടെയുള്ള സ്ത്രീകൾ, ഇവിടെയുള്ള ഭക്തജനങ്ങളായ വനിതകൾ അവരുടെ ആധ്യാത്മിക സാംസ്കാരിക കലാപരിപാടിയിലെ ഏറ്റവും മുന്തിയ ഇനമായ ഈ തിരുവാതിര, ഈ കലാപരിപാടി, ഈ നൃത്തം ഇവിടെ ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ മുന്നിൽ, അനന്ത പത്മനാഭ സ്വാമിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഈശ്വരൻ ശ്രീരാമൻ തന്നെയായിരിക്കെ ആ ശ്രീരാമന്റെ രാമലല്ലാ വിഗ്രഹത്തിന്റെ മുന്നിലേക്കുള്ള ഒരു ഭക്തജന സമർപ്പണമായി ഈ നൃത്തം വരെ മാറുകയാണ്. അതാണ് ഈ ഭക്തജനങ്ങളുടെ ഒരു സമർപ്പണമാണ്, ഈശ്വരീയമായ ഒരു സമർപ്പണം തന്നെയാണ് നടക്കുന്നത്. ഭക്തർ മനസ്സിൽ അവരുടെ ഭക്തിയും അവരുടെ ആഹ്ലാദവും സന്തോഷവും എല്ലാം പ്രകടമാക്കുന്നു, ദേവന് മുമ്പിൽ പ്രകടമാക്കുന്നു. അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൂജാവസ്തുവായിട്ടുള്ള ഓണവില്ല് ഭഗവാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്ന പരമപ്രധാനമായ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് തിരുവാതിര അടക്കമുള്ള കലാപരിപാടികൾ അവർ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള അവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അധികം താമസിയാതെ തന്നെ ഓണവില്ല് സമർപ്പിക്കും. ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നഗരപ്രദക്ഷിണമാണ്, നാമജപത്തോടെയുള്ള നഗരപ്രദക്ഷിണം. അത്തരത്തിലുള്ള വലിയ ഭക്തിനിർഭരമായ ചടങ്ങിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. തിരുവാതിര അധികം താമസിയാതെ തന്നെ ഇവിടെ ആരംഭിക്കും. ഇതിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഓണവില്ല് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ നാടിൻ്റെ ഭാഗ്യമായി തന്നെ കരുതുന്നു. ആ ഒരു മാനസിക അന്തരീക്ഷത്തിൽ, ആ ഒരു വിശ്വാസ സമർപ്പണത്തിലൊക്കെ തന്നെയാണ് ഭക്തർ ഒന്നടങ്കം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്, അതിന് സാക്ഷ്യം വഹിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. മഞ്ജുഷ, അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഉപഹാരമായി നൽകുന്ന ഓണവില്ല് അല്പസമയത്തിനകം കൈമാറും. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഓണവില്ല് ഉപഹാരമായി നൽകുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഓണവില്ല് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് കൈമാറുക. ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് തിരുവാതിര തുടങ്ങിയ മറ്റ് കലാപരിപാടികൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ കുട്ടികളടക്കം വനിതകളും ചേർന്നുള്ള തിരുവാതിര നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് ഏറെ
ഭാഗ്യം നിമിഷങ്ങളാണ് കടക്കുന്നത്. ഓണവില്ല് സമർപ്പിക്കുന്നതോടെ ശ്രീരാമ ജന്മഭൂമിയിൽ കേരളത്തിൽ നിന്ന് സമർപ്പിക്കുന്ന ഒരു ഉപഹാരമായി ഈ ഓണവില്ല് അവിടെ എത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഏതൊരു കേരളീയനും ഒപ്പം തന്നെ തലസ്ഥാന നഗരിയിലെ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ഏറെ ഭക്തി നിർഭരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കാണുന്നത്. ക്ഷേത്ര പരിസരത്ത് ഒന്നടങ്കം നിൽക്കുന്ന ഭക്തരുടെ മനസ്സിലും അത്തരത്തിൽ രാമഭക്തി നിറഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങിന് മുന്നോടിയായി പല പ്രമുഖരും ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. ക്ഷേത്രത്തിന് പരിസരത്ത് ഉടൻ തന്നെ തിരുവാതിര മറ്റ് കലാപരിപാടികൾ നടക്കുമെന്നുള്ള വിവരമാണ് MK വിനോദ് ക്ഷേത്ര പരിസരത്ത് നിന്ന് നൽകുന്നത്.